ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓർമ്മ വരുന്നത് പഴയ ഒരു സീസണെയാണ്. എനിക്ക് തോന്നുന്നു രണ്ടാം സീസണാണ് എന്ന് തോന്നുന്നു. മത്സരാർത്ഥികൾ എല്ലാവരും ഗെയിമുകളിൽ വളരെ ആക്റ്റീവായി പരസ്പരം മത്സരബുദ്ധിയോടെ ഗെയിം കളിക്കുകയും അതിനുശേഷം ബസറടിച്ചു കഴിഞ്ഞാൽ വളരെ കൂളായി സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഒത്തൊരുമയോടെ പരസ്പരം ചിരിച്ച് കളിച്ച് ബാക്കി സമയം ഒഴിവ് സമയം പോലെ ചിലവിടുന്ന ഒരു സീസൺ നമുക്ക് ഓർമ്മയിലുണ്ട്. അന്ന് അവർ ഗെയിമിന്റെ കാര്യത്തിലാണ് അങ്ങനെ അഗ്രസീവ്നെസ് കാണിക്കുകയും അതിനുശേഷം മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നതെങ്കിൽ ഈ 6ാം സീസൺ മീറ്റിംഗ് വിളിക്കുന്ന സമയത്താണ് മത്സരാർത്ഥികൾക്ക് എവിടെ നിന്ന് എന്നറിയില്ല വല്ലാത്ത ഊർജം വരുന്നതും അവർ പരസ്പരം മീറ്റിംഗ് വേദികളിൽ വല്ലാതെ ആക്റ്റീവ് ആകുന്നതും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ചർച്ചയാക്കുകയും അങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു രീതി 6ാം സീസണിൽ കാണുന്നുണ്ട്. ഇവരുടെ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ഉണ്ടാകുന്നത് ഒന്നുകിൽ ഭക്ഷണമേശയോട് ചേർന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വിളിച്ചു ചേർക്കപ്പെടുന്ന മീറ്റിങ്ങുകളിൽ ഉണ്ടാകുന്ന ചർച്ചകളെ തുടർന്നൊക്കെയാണ്. അല്ലാതെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നത് വളരെ കുറവാണ്. ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ആ പഴയ സീസൺ പോലെ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ വളരെ ആക്റ്റീവ് ആകുകയും അല്ലാത്ത സമയങ്ങളിൽ തീരെ കൂളായി പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സീസൺ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് തോന്നുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ചില മീറ്റിങ്ങുകളിലൊക്കെ ഒരാവശ്യവുമില്ലാത്ത കണ്ടന്റ് എടുത്തുകൊണ്ടുവന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച എന്ന് പോലും തോന്നുന്ന തരം ചർച്ചകൾ തുടങ്ങുകയും അവിടെ എല്ലാവരും ഇടപെടുകയും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് തന്നെ പലപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റിങ്ങുകളെ ശക്തമായി കൺട്രോൾ ചെയ്യാനും മീറ്റിങ്ങുകൾ ആവശ്യകാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് പിരിച്ചുവിടാൻ കഴിയാത്ത ഒരു നേതൃത്വം ഒന്നുകിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പവർ ടീമിന്റെ അഭാവവും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അതേസമയം ക്യാപ്റ്റൻ വെച്ച് പുലർത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഗെയിം എന്തായാലും അതിൽ താൻ ഇടപെടേണ്ട ആവശ്യമില്ല, ഗെയിമിനുള്ള ഫുൾ സ്പേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ്. അപ്പം അദ്ദേഹം ഇതിനെ ഒരു ഗെയിമായി കാണുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇത് പോയില്ലെങ്കിൽ അദ്ദേഹവും അതിൽ ഇടപെടാറില്ല. ഇതെല്ലാം കൊണ്ടുകൂടി ബിഗ് ബോസ് സീസൺ 6 മീറ്റിംഗ് സമയത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു സീസണായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.